ഒരു ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങളൊന്നും ഇല്ലാതെ ഒരു ടീമിന് കളിക്കാനോ വിജയിക്കുവാനോ കഴിയില്ല. പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, നിലവിൽ ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളായിട്ടുള്ള പെപ്പ് ഗാർഡിയോളയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുള്ളത്. അതായത് പ്രധാനപ്പെട്ട താരങ്ങളൊന്നും ഇല്ലാതെ ഒരു ടീമിനും കളിക്കാനും വിജയിക്കാനും കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, അവസാനം കളിച്ച 10 മത്സരങ്ങളിൽ 7 മത്സരങ്ങളും തോറ്റ് അവർ ഒരു മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അല്ലേ. എന്താണെങ്കിലും ഏത് മത്സരമാണെങ്കിലും ഏത് ടീമിനോട്ടാണെങ്കിലും പോയി ഇന്നാണ്ട് തോറ്റു പോയ പ്രവണതയാണ് ഇപ്പോൾ സിറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. അല്ലെങ്കിൽ അത്രയും നല്ലൊരു മികച്ച ടീമിൻ്റെയും ഇത്രയും നല്ലൊരു പരിശീലകൻ്റെ കീഴിൽ കളിക്കുന്ന ടീമിൻ്റെയൊക്കെ സ്റ്റാറ്റസ്. അവസാനം കളിച്ച 10 കളിയിൽ 7 മത്സരങ്ങളും തോറ്റു. അപ്പോൾ അവസാനമായിട്ട് ജുവൻറ്റസിനോട്ട് ചാമ്പ്യൻസ് ലീഗിൽ 2-0 തോൽവിയും ഏറ്റുവാങ്ങി പെപ്പിൻ്റെ ടീം. ഇപ്പോൾ ഇതിൻ്റെമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ പെപ്പ് ഗാർഡിയോള ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബാലൻഡിയോർ നേടിയിട്ടുള്ള റോഡ്രിയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മികച്ച താരം ഫോഡനും ഒന്നും ഇല്ലാതെയാണ് നിലവിലിപ്പോൾ ഞങ്ങളുടെ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ടീമിനും ഇതുപോലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ നിലവിലെ പ്രധാനപ്പെട്ട താരങ്ങളൊന്നും ഇല്ലാതെ കളിക്കാൻ കഴിയില്ല എന്നാണ് പെപ്പ് ഗാർഡിയോളയുടെ വാദം. ഏതായാലും പെപ്പ് കുറച്ച് എന്താണ് ചെയ്യേണ്ടത്, തൻ്റെ ടീമിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്ന് പോലും ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പെപ്പിന്. എന്ത് മാറ്റം വരുത്തിയിട്ടും ടീമിനൊരു മാറ്റവും ഇല്ല എന്നാണ്. ചില മത്സരങ്ങൾ തോൽക്കുമ്പോൾ പറയും അടുത്ത മത്സരം ഉഷാറാവും, ഇത് ഞങ്ങൾക്ക് തിരിച്ചു വരവിനുള്ളൊരു സമയമാണ്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ച സാഹചര്യങ്ങൾ, അങ്ങനെ പല ഘട്ടങ്ങളും ഇപ്പോൾ ഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു പോകാൻ അല്ലാതെ ടീമിൻ്റെ വിജയങ്ങൾ കാണുന്നില്ല. ഏതായാലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക. മാഞ്ചസ്റ്റർ സിറ്റി നമുക്കറിയാലോ, കഴിഞ്ഞ മുന്നത്തെ സീസണുകളിലൊക്കെ നമ്മളെയൊക്കെ അത്രയും ഇൻട്രസ്റ്റഡ് ആക്കി പെർഫോം ചെയ്തൊരു ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. പ്രീമിയർ ലീഗിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ഒക്കെ പെപ്പിൻ്റെ സിറ്റി വേറെ ലെവലായി കളിച്ചിരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇപ്പോൾ മോറിന്യോയുമായിട്ട് ചെറിയൊരു വാദമൊക്കെ പെപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിട്ടുണ്ടായി. മോറിന്യോക്ക് വെറും 3 പ്രീമിയർ ലീഗുള്ളൂ, എനിക്ക് 6 എണ്ണം ഉണ്ട് എന്നുള്ളൊരു വാദമൊക്കെ പെപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് മോറിന്യോ, ശരിയാണ് എനിക്ക് 3 എണ്ണേ ഉള്ളൂ, പക്ഷേ അതൊന്നും ഞാൻ കൂടുതൽ ആരോട്ടും വാദിച്ചിട്ടോ അല്ലെങ്കിൽ കേസുകൾ നടത്തിയിട്ടോ ഒന്നും നേടിയതല്ല എന്നുള്ളൊരു സംസാരമൊക്കെ അദ്ദേഹത്തിൻ്റെ മറുപടിയായിട്ടും നടന്നു. ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോയത്തെ അവസ്ഥ കുറച്ച് മോശം സിറ്റുവേഷനിലാണ്. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക. ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒരു ക്ലബ്ബാണ് സിറ്റി. അതുപോലെ ഏറ്റവും മികച്ച പരിശീലകൻ്റെ കീഴിൽ കളിക്കുന്ന ടീമാണ്. ഗാർഡിയോള പറഞ്ഞതുപോലെ തന്നെ റോഡ്രിയും അതുപോലെ ഫോഡനും ഒക്കെ തിരിച്ചു വന്നാൽ ഒന്നുകൂടി ടീം ബെറ്റർ ആവുമെന്ന് പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ പെപ്പ് പുതിയ താരങ്ങളെ കൂടി ടീമിലേക്ക് കൊണ്ടുവരാൻ സാധ്യത ഉള്ളതായിട്ടും അദ്ദേഹം ചില സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. താരങ്ങളെ അടുത്ത ട്രാൻസ്ഫറിൽ ടീമിൽ എത്തിക്കുമെന്നുള്ള സൂചനകളൊക്കെ മുന്നേ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു.